എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1983 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച്, ഹോമിയോപ്പതി, കോട്ടയം. MD ഹോമിയോ, MSc സൈക്കോളജി, MSc യോഗ. 48 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ ഉള്ള ഡോക്ടറോടൊപ്പം എന്നാണ് ഇന്നത്തെ വിഷയം. ഇതിനോടകം അനേകം നല്ല ക്ലാസ്സുകൾ എടുത്ത സാറ് ഇന്നും നല്ലൊരു ക്ലാസ് നമുക്ക് തരുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ക്ലാസ് ആരംഭിക്കാം. ആദ്യം ഒരു കേസ്, ഈ അടുത്ത കാലത്ത് വന്ന ഒരു കേസാണ്, ഒത്തിരി പഴയതൊന്നുമല്ല. ഒരു 35 വയസ്സുള്ള ഒരു ലേഡിക്ക് മരിച്ചു പോകുന്നുള്ള പേടിയാ. അത് തുടങ്ങിയത് എന്നാന്ന് വെച്ചാൽ, ഒരു അടക്കത്തിന് പോയി. ഹിന്ദുക്കളുടെ എല്ലാം കത്തിക്കുകയാണല്ലോ, വളരെ ക്ലോസ് ആയിരുന്നു. കത്തിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് പുള്ളിക്കാരത്തേക്ക് ഒരു പേടി. എനിക്ക് ഒരു ഡോക്ടറെ കാണണമെന്ന് പുള്ളിക്കാരത്തി അന്നേരം തന്നെ പറഞ്ഞു. എനിക്ക് എന്തൊക്കെ പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് തന്നെയല്ല, ഞാൻ വലിയ താമസിക്കാതെ 1-2 ദിവസത്തിനകം ചത്തുപോകും. വേണ്ടിയവർക്ക്, എന്നെ കാണേണ്ടിയവർക്കൊക്കെ വന്ന് കാണാം, ഞാൻ ചാകാറായിട്ടിരിക്കുക, വേണ്ടിയവർ വന്ന് കണ്ടോളാം. അത് രാത്രിയിൽ ഉറക്കമില്ല, ഭയങ്കര ടെൻഷൻ, പിന്നെ എപ്പോഴും വെള്ളം കുടിച്ചോണ്ടിരിക്കുക. അതൊരു കുപ്പിക്കകത്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഒരു 2-3 കുപ്പി നിറച്ചു വെച്ചിരിക്കുക. കുടിക്കുമ്പോൾ ഒരുപാട് വീതം കുടിക്കും. കേക്കാവോ? മനസ്സിലാകുന്നുണ്ടോ? കേൾക്കാം സാറേ. ഓക്കെ. ഓവർസ്റ്റാക്കുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ. ഇരുട്ടത്ത് പോകാൻ പേടി. പിന്നെ ഇടയ്ക്കൊക്കെ ഈ എന്നേലും ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ, എവിടെയെങ്കിലും അനക്കം കേട്ട് കഴിഞ്ഞാൽ ഭൂതവും പ്രേതവും ഒക്കെ ആണെന്നുള്ള തോന്നൽ. അതുപോലെ ആട് കൂടുന്നിടത്ത് പോകാനുള്ള പേടി. പിന്നെ സ്ട്രീറ്റിൽ വഴിയിലൊക്കെ നടന്നു പോയാൽ ക്രോസ് ചെയ്യാനുള്ള പേടി. അങ്ങനെയൊക്കെയുള്ള പേടിയാണ്. എല്ലാവരോടും പറയും, ഞാൻ തയ്യാറായിട്ടിരിക്കുക, കാണേണ്ടിയവരൊക്കെ ഒന്ന് വന്ന് കണ്ടു, എനിക്ക് കാണണമെന്നുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് വന്ന് കണ്ടാൽ എനിക്ക് വളരെ സന്തോഷമാകുമെന്ന് വിളിച്ചു പറയും. പിന്നെ ഭയങ്കരമായിട്ടുള്ള തലവേദന ഈ ഫ്രണ്ട് സൈഡിലാണ്. രാത്രി, ഈവനിങ് തൊട്ട് രാത്രി ആണ് ഏറ്റവും കൂടുതൽ. അപ്പം ഇതിൻ്റെ എല്ലാം സിംറ്റംസ് എല്ലാം വെച്ചിട്ട്, ടോട്ടാലിറ്റി വെച്ചിട്ട്, ദി നോളജ് ഓഫ് മെറ്റിയമേഡിക്ക വെച്ചിട്ട്, അക്കണൈറ്റ് 0/3 ഇങ്ങനെ വെള്ളത്തിനകത്ത് പൊടിച്ചിട്ട്, കുടിക്കുന്ന വെള്ളത്തിനകത്ത് വെച്ചിട്ട് വേണ്ടിയപ്പം ദാഹമുള്ളപ്പോൾ കുറേശ്ശെ കുടിച്ചോളാം. ഏകദേശം 15 ദിവസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടി തോന്നുമ്പോൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു, അല്ലാത്തപ്പോൾ കഴിക്കണ്ട. അങ്ങനെയായി 15 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ 15 ദിവസം വന്നപ്പോഴത്തേനും തലവേദന കംപ്ലീറ്റ് കുറഞ്ഞു. ബാക്കിയുള്ള ലക്ഷണങ്ങൾക്കെല്ലാം വളരെ മാറി, കുറവുണ്ട്, പക്ഷെ തീർത്ത് മാറിയിട്ടില്ല. പക്ഷെ വീണ്ടും കൊടുത്തു, പ്ലാസിബോ കൊടുത്തു വിട്ടു. 1 മാസം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എനിക്ക് വളരെ കോൺഫിഡൻ്റ്. ഇങ്ങനെയുള്ള PR, അതുപോലെ തന്നെ ഫോബിയ, PR, അതുപോലെ ആൻസൈറ്റി, ന്യൂറോസിസ്, ഇതിലൊക്കെ 100% എനിക്ക് റിസൾട്ടാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ഞാൻ പ്ലാസിബോ കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞിട്ട് 1 മാസം വന്നു കഴിഞ്ഞപ്പോൾ വളരെ ആക്റ്റീവാണ്. പേടി പോയി, ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ഈ പറഞ്ഞ തലവേദന കുറഞ്ഞു, ഈ ടേസ്റ്റ് കുറഞ്ഞു, ഇതെല്ലാം വളരെയധികം കുറഞ്ഞു, കംപ്ലീറ്റ് കുറഞ്ഞു. ഇതാണ് എനിക്ക് ആദ്യം ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ അക്കണൈറ്റും അൾസറിക്കും വന്നോ? ഷെയർ ചെയ്യാതായോ? ഇല്ലെങ്കിൽ ഞാനൊന്ന് പറയും. പുള്ളിക്ക് ഓൺ ചെയ്ത് വെച്ചും പുള്ളി അങ്ങോട്ടിട്ട് മാറി. പുള്ളിയുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്.
അന്നേരം എല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്നാണ് പിയറിനുള്ള 2 മെഡിസിനാണ് അക്നൈറ്റ് ആൻഡ് ആഴ്സനിക്. ഇത് കൊല്ലക്കുടി സൂചി വെക്കാൻ പോകുന്ന മാതിരിയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എങ്കിലും ഇത് തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. അതുകൊണ്ടാണ് അത് കൂടുതൽ പറയാമെന്ന് വിചാരിച്ചത്. അന്നേരം ആദ്യം ഞാൻ പറയുന്നത് ഈ ഫിയറിന് നമുക്ക് ഒരുപാട് മെഡിസിൻ ഉണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, ഈ അക്നൈറ്റും ആഴ്സനിക്കും തമ്മിലുള്ള വ്യത്യാസം. അക്നൈറ്റിന് എന്ന് പറഞ്ഞാൽ ആഴ്സനിക്കാരനും രണ്ടും ഹോമിയോപ്പതിയിലെ 2 പ്രധാനപ്പെട്ട മെഡിസിനാണ്. സാറേ ഷെയർ ചെയ്യാമേ? സാർ ആ. ഷെയർ ചെയ്യാം. ഓക്കെ. എനിക്കൊരു ആൻസൈറ്റി ആൻഡ് ഫിയർ ഉണ്ടെന്ന് തോന്നുന്നതാ കേട്ടാ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്വല്പ വ്യത്യാസമുള്ളൂ. പല സിംറ്റംസും ഏകദേശം അടുത്തൊരുമിച്ചൊക്കെ വരും, പക്ഷെ ശകലം വ്യത്യാസമുണ്ട്. അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സാറേ ഷെയറിങ് അങ്ങ് മാറ്റിയാലോ സാറേ? നോക്കട്ടെ, അന്നേരം പിന്നെയും കയറാൻ പറ്റുമോ എന്നുള്ള സംശയം. എന്നാ പിന്നെ വേണ്ട സാറേ, സാർ പറഞ്ഞു. എവിടെയും തൊട്ട് കഴിഞ്ഞാൽ പിന്നെ സമയം അങ്ങ് പോകും. എന്നാ പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല, പറയാനുള്ളത് പറയാൻ പറ്റാതെ വരും. അപ്പം രണ്ടിനും പിയറും റെസ്റ്റ്ലെസ്നെസ്സും ഒക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും നമ്മൾ അതിൻ്റെ അകത്ത് സിമിലാരിറ്റി ഉള്ളത് അവിടെ. അപ്പം നമുക്കറിയാം ഒരുപാട് മെഡിസിനുകൾ നമ്മൾ പഠിക്കുമ്പോൾ അത് പിയറിൻ്റെ തന്നെയല്ല, റെസ്റ്റ്ലെസ്സിൻ്റെ തന്നെയല്ല, പെയിനിൻ്റെ ഇതെല്ലാം പഠിക്കുമ്പോൾ ഒരുപാട് നമുക്ക് സിമിലാരിറ്റികൾ കാണാം. അതിൽ പ്രധാനപ്പെട്ട സിംറ്റം അക്നൈറ്റിൻ്റെ ആഴ്സനിക്കിൻ്റെ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് അക്നൈറ്റ് suited for individuals with rigid fibers, dark hair and eyes. Plethoric habit, often sedentary life. Sedentary life ആണ് അവർ leading into the sedentary life. But arsenic are best for patients who are lean, thin and disturbed with the Hippocratic face and a dirty waxy skin tone ആണ് ആർസനിക് ആൽബിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള പ്രധാന ഡിഫറൻസ്. ആർസനിക്കിൻ്റെ അക്നൈറ്റിൻ്റെയും തമ്മിലുള്ള വ്യത്യാസമാണ്. ടെമ്പറാമെന്റ്, സാങ്കുനിൻ ഇൻഡിവിജ്വൽസ് ഫുൾ ഓഫ് എനർജി ആൻഡ് ബിഗർ, സാങ്കുനിൻ ടെമ്പറാമെന്റ് ആണ്. പക്ഷേ ആർസനിക്കിനാണ് ഫസ്റ്റീരിയസ് ആണ്, വോണ്ടിങ്, ക്ലീൻലെസ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ടെമ്പറാമെന്റ് അതാണ്. ഓൺസെറ്റ് symptoms typically appear suddenly after exposure to intense cold, shock or fright. അതാണ് അതിൻ്റെ അകത്തെ ഓൺസെറ്റ്, അങ്ങനെയാണ്. പക്ഷെ ആർസനിക്കിൻ്റെ സിംറ്റംസ് tends to develop more gradually and may be long lasting. സ്ലോലി ആണ്. മറ്റേതിൻ്റെ പ്രോഗ്രസ് ഇമ്മീഡിയറ്റ് ആൻഡ് സഡൻ ആണ്. ഇത് സ്ലോ ആയിരിക്കും ആർസനിക്കിൻ്റെ. ഇത് തമ്മിലുള്ള വ്യത്യാസം, പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഓൺസെറ്റിന്റെ വ്യത്യാസമാണ്. തെർമൽ, അക്നൈറ്റിന്റെ തെർമൽ വാം ബ്ലഡഡ് ആണ്. ആർസനിക്കിന്റെ ചില്ലി, എക്സെപ്റ്റ് സീക്കിംഗ് എക്സ്റ്റേണൽ ഹീറ്റ്. ചില്ലി എപ്പോഴും ചൂടാണ്, പക്ഷെ തലയ്ക്ക് മാത്രം തണുപ്പാണ് ഇഷ്ടം. മിയാസം, അക്നൈറ്റിന്റെ എപ്പോഴും സോറിക് മിയാസമാണ്, മറ്റേത് മിക്സഡ് മിയാസമാണ്. മറ്റേ 3 മിയാസം കൂടെ കൂടിയതാണ് ആർസനിക്കിൻ്റെ. പിയർ, അതിൻ്റെ അകത്തെ ക്യാരക്ടറിസ്റ്റിക്, ഇതിൻ്റെ അക്നൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സഡൻ അക്യൂട്ട് പാനിക് ആൻഡ് എക്സ്ട്രീം ഫിയർ, എസ്പെഷ്യലി സ്ട്രോങ് അഗനൈസിംഗ് ഫിയർ ഓഫ് ഡെത്ത്, ഓപ്പൺ വിത്ത് ഫിക്സഡ് ബിലീഫ് that they will die soon. അപ്പം വലിയ താമസമില്ലാതെ
മരിക്കുമെന്ന് വിചാരിച്ചിരിക്കുക. അതുകൊണ്ട് ഡോക്ടറെ എളുപ്പം വിളിച്ചോളാൻ പറയും. പക്ഷേ ആർസനിക്കിൻ്റെ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ വിളിക്കണ്ട, ഞാൻ ചാകാൻ റെഡി ആയിട്ടിരിക്കുക. എനിക്ക് അടുത്ത കാലത്ത് ഒരു പേഷ്യൻറ്റിനെ കിട്ടി. അയാൾ ആരെ കാണാൻ സമ്മതിക്കുകയില്ല. അയാൾ പറയുന്നത് ഞാൻ റെഡി ആയിട്ടിരിക്കുക, 92 വയസ്സുണ്ട്, പക്ഷേ അയാൾ ചാകാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. ആര് എന്നാലും പറയും ഞാൻ ചാകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്, എന്നെ ഇനി ആരും കാണാനൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭാഗവതവും രാമായണമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. അത് റെഡി ആയിട്ടിരിക്കുക എല്ലാം. അതുപോലെ ഡോക്യുമെന്റ്സ് ഒക്കെ എഴുതി പിള്ളേർക്കുള്ള ഇതെല്ലാം മില്ലൊക്കെ എഴുതി എല്ലാവർക്കും ഭാഗമൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ടിരിക്കുക ചാകാൻ. അതാണ് അക്കണൈറ്റിന്റെ ഒരു ഇത്. റെഡ്നെസ് ഈസ് എ റിസൾട്ട് ഓഫ് എക്സ്ട്രീം ആൻസൈറ്റി ആൻഡ് ഫിയർ. മരിച്ചു പോകുന്നുള്ള ഫിയറാണ്. എക്സ്ട്രീംലി റെസ്റ്റ്ലെസ്, കോണ്ട് സ്റ്റേ ഇൻ വൺ പ്ലേസ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഫുൾ ഓഫ് എനർജി, ഒരിടത്തിരിക്കുകയില്ല. അതിനകത്ത് ആഴ്സനിക്കതിനകത്ത് റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. ആളെ എവിടെയെങ്കിലും കിടക്കുകയുള്ളൂ. കാരണം എക്സ്ട്രീം വീക്ക്നെസ് ആണ്, ഭയങ്കര ക്ഷീണമുള്ളത് കൊണ്ട് അയാൾ അവിടെ കിടക്കത്തേ ഉള്ളൂ. ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിടത്തിരിക്കും, അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തോട്ടിരിക്കും. ഭയങ്കര എനർജിയാണ്. ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റിയില്ല. രാത്രിയാകുമ്പം ചാടി എഴുന്നേക്കും. ചത്തുപോകുന്നുള്ള പേടിയുണ്ട്. ഇത് വളരെ ചെറിയ അക്ഷരത്തിലാണ് ഇതിലായതുകൊണ്ട് അതാ എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. Restlessness, place to place, change the place. These people may also have digestive problems or asthma attacks accompanying anxiety. A panic attack that occurs on suddenly. ചിലപ്പം പെട്ടെന്ന് എഴുന്നേക്കും. ചത്തുപോകുന്നുള്ള പേടി കൊണ്ട് രാത്രിയിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കും ബെഡിൽ. വിത്ത് വെരി സ്ട്രോങ് ഫിയർ, ഈവൻ ഫിയർ ഓഫ് ഡെത്ത്. They indicate this remedy. A state of immense anxiety may be accompanied by strong palpitation. ഇങ്ങനെ മരിച്ചു പോകും. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഹൃദയത്തെ ഇടിക്കുന്നു. നിങ്ങൾ നോക്ക, അല്ലെങ്കിൽ ഇപ്പം ഡോക്ടറെ വിളിച്ചോണ്ടും വാ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്ന് പറഞ്ഞ് ഇരുത്തുകയല്ല. ഇപ്പം എന്നെ ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയും. ഡോക്ടറെ വിളിച്ചാൽ തന്നെ പോരാ, നോക്കിയാൽ തന്നെ പോരാ, ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറയും. സംടൈംസ് shaking experience will underlying cause strong feelings of anxiety may also to occur when a person is just beginning to come down with the flu or cold. ഒരു ചെറിയ ജലദോഷം വന്നാലും മതി. ഒക്കെ പ്രധാനപ്പെട്ടത് ഈ ആൻസൈറ്റി ആൻഡ് ഫിയർ ആണ്. അതിനകത്ത് അക്കണൈറ്റിനും ഇതുപോലെ തന്നെ ആഴ്സനിക്കിനും, അക്കണൈറ്റിന്റെ ഇപ്പൊ പറഞ്ഞ ആഴ്സനിക്കും ഇതുപോലെ തന്നെയുള്ള ഫിയറും ആൻസൈറ്റിയും ഒക്കെ തന്നെ. പക്ഷെ ശകലം ഡിഫറൻസ് ഉണ്ട്. അതും മിഡ് നൈറ്റിൽ രാത്രി കൂടും. ഡിസീസ് ഈസ് വെയ്റ്റഡ് ആൻഡ് യൂസ്ലെസ് ടു ട്രീറ്റ്. അതായത് അയാൾ പറയും എനിക്ക് മരുന്നൊന്നും വേണ്ട, അഥവാ ആരെങ്കിലും മരുന്ന് കൊടുത്താൽ തന്നെ അയാൾ ദൂരെ കളയും. എനിക്ക് ചാകാനാണ് ഇഷ്ടം, മരുന്ന് കഴിച്ചാലും വലിയ പ്രയോജനമൊന്നും ഇല്ലെന്നുള്ളൊരു ബിലീഫ് അയക്ക്. ഗ്രേറ്റ് അപ്രിഹെൻഷൻ, കമ്പൽഷൻ അബൌട്ട് സ്മോൾ ഡീറ്റെയിൽസ് ആൻഡ് ഡിസയർ ടു കമ്പനി ആൻഡ് റീഅഷുറൻസ്. എപ്പോഴും ആളടുത്ത് വരണം. എനിക്ക് സുഖമില്ല, ഇപ്പം ഞാൻ ചാകും, എല്ലാവരും അടുത്ത് കൂടി ഇരിക്കണം, എല്ലാവരും കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഫിസിക്കൽ എക്സോഷൻ, ഭയങ്കര ക്ഷീണമായിരിക്കും. അതുകൊണ്ട് കിടന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്റ്റ്ലെസ്സിനോട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. പക്ഷേ അക്കണൈറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ടും മാറി ഇരുന്നുകൊണ്ടിരിക്കും. അയാൾക്ക് എനർജി കൂടുതലല്ല, അയാൾക്ക് വീക്ക്നെസ് കൂടുതലല്ല. അതാണ് അതിൻ്റെ അത് പ്രധാന വ്യത്യാസം. വേറെ പേഴ്സൺ ഫീൽസ് ടു വീക്ക് ടു മൂവ് ബട്ട് മസ്റ്റ് ചേഞ്ച് പൊസിഷൻ കോൺസ്റ്റന്റ്ലി. റെസ്റ്റ്ലെസ് but physically weak and exhausted. Chronic roads can produce serious heart failure. ചിലപ്പം മരിച്ചു പോകുന്ന തന്നെയുള്ള ഒരു തോന്നൽ ഹൃദയത്തിൻ്റെ അവിടെ ഒരു
പാൽപിറ്റേഷൻ പോലെയൊക്കെ തുടങ്ങും. അമോൺ ദി അതർ സിംറ്റംസ് ഓഫ് ദി അക്രൈറ്റ് പോയിസണിങ് ആൻഡ് നമ്പിങ് ഓഫ് മൗത്ത് ആൻഡ് ടങ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഡിസ്റ്റർബൻസ്. ഇവിടെയൊക്കെ ഈ മുഖത്തിന്റെ ഈ ഭാഗത്തൊക്കെ ഒരുമാതിരി മരപ്പ് തോന്നും. അതുപോലെ തന്നെ വയറ്റിലൊക്കെ ഭയങ്കരമായ ഗ്യാസും അതും ഇതുമൊക്കെ ആയിരിക്കും. തലകറക്കം കാണും. ഭയങ്കരമായ ആൻസൈറ്റി ആൻഡ് അതിനെക്കുറിച്ച് ചത്തുപോകുന്നുള്ള പേടിയുണ്ട്. പക്ഷേ എന്നാലും ചാകുന്നത് തന്നെയാണ്. ചത്തുപോകും, ചികിത്സിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ള ഇതിലാണ്. വെരി നീറ്റ്. എപ്പോഴും ഒരു കറണ്ട് തന്നെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടന്നാൽ അത് ശരിയാക്കി വെച്ചില്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടായിരിക്കും. എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും. അത് കൂടുതലും ഇതിന് മിഡ് നൈറ്റിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കും. പിന്നെ ഇവർക്കുണ്ട് ഡൈജസ്റ്റീവ് പ്രോബ്ലം, ആസ്മ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ദാഹം, രണ്ടിനും ദാഹമുണ്ട്. പക്ഷെ രണ്ടിന്റെ ദാഹത്തിൽ അക്രൈറ്റിന്റെ ദാഹം ലാർജ് ക്വാണ്ടിറ്റീസ് ആണ്, അത് തണുത്ത വെള്ളമാണ്. പക്ഷേ ആർസനിക്കിന്റെ ദാഹം ചെറിയ ചെറിയ സ്മോൾ ക്വാണ്ടിറ്റീസ് ഇൻ സ്മോളർ ഇൻ്റർവെൽസ് ആണ്. മറ്റേത് കൂടുതൽ വെള്ളം കുടിക്കും, തണുത്ത വെള്ളമാണ് കുടിക്കുന്നത്. അതാണ് അത് തമ്മിലുള്ള ടേസ്റ്റിലുള്ള വ്യത്യാസം. മൊഡാലിറ്റീസ്, ഇതിന് രാത്രി ഈവനിങ്ങുമാണ് അക്രൈറ്റിന്റെ മൊഡാലിറ്റി കൂടുതൽ. വെളിയിൽ ഇറങ്ങി ഇരുന്ന് കാറ്റുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഷർട്ടൊക്കെ ഒന്ന് ഇച്ചിരി ലൂസാക്കി ഇട്ടിരുന്നു കഴിഞ്ഞാൽ വളരെയധികം സുഖം കിട്ടും അക്രൈറ്റിന്. ആർസനിക്കിന് മിഡ് നൈറ്റ്, അതായത് 1 to 2 AM or PM, മധ്യരാത്രിയോ ഈ പകല് 1 to 2 അല്ലെങ്കിൽ രാത്രി 1 to 2 ആയിരിക്കും ഇതിന്റെ അഗ്രവേഷൻ. അമ്യുലേറ്റഡ് ബൈ ഹീറ്റ്, ചൂട് വെച്ചാൽ കുറവ്. തലയ്ക്ക് മാത്രം ആർസനിക്കിന് തലയ്ക്ക് മാത്രം, ബാക്കിയുള്ളതൊക്കെ ചൂട് കൊണ്ട് കുറയുമെങ്കിലും തലയ്ക്ക് എപ്പോഴും തണുപ്പാണ് കൂടുതൽ ഇഷ്ടം. പെയിൻ, ഡ്രീംസ് വിത്ത് പെയിൻ, ഇൻടോളറബിൾ ആൻഡ് നം ബേർഡ്സ് അറ്റ് നൈറ്റ്. രാത്രി വേദന കൊണ്ട് സഹിക്കാൻ മേലാത്ത വേദനയാണ്. പക്ഷേ ആർസനിക്കിന്റെ വേദന പുകച്ചിലോടുകൂടിയുള്ള വേദനയാണ്. കേട്ടൊഴിച്ച് ബാക്കിയുള്ളിടത്തുള്ള എല്ലാം പുകച്ചിലാണ്. ചൂട് ഈ ബാക്കിയുള്ളിടത്തൊക്കെ ചൂട് മതി, തലയ്ക്ക് തണുത്ത വെള്ളമാണ് കൂടുതൽ. അങ്ങനെയുള്ളവർ ചൂടുവെള്ളത്തിൽ കുളിക്കുമെങ്കിലും തലയിൽ ഒഴിക്കുന്നത് തണുത്ത വെള്ളത്തിലായിരിക്കും. കീനോട്ട് സിംറ്റംസ്: സഡൻ ഇൻറ്റൻസ് ഓൺസെറ്റ് ഫിയർ ഓഫ് ഡെത്ത്, റെസ്റ്റ്ലെസ്നെസ്, തേർസ്റ്റ് ഫോർ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കോൾഡ് വാട്ടർ. ഒരുപാട് വെള്ളം വേണം, കൂടുതൽ തണുത്ത വെള്ളമാണ് കുടിക്കുന്നത്, കൂടുതൽ ക്വാണ്ടിറ്റി കുടിക്കും. പക്ഷേ ആർസനിക്കിന്റെ ബേണിംഗ് പെയിൻ, റെസ്റ്റ്ലെസ്നെസ്, ആൻസൈറ്റി, ഫിയർ ഓഫ് ഡെത്ത്, തേർസ്റ്റ് ഫോർ സ്മോൾ ക്വാണ്ടിറ്റീസ് ഇൻ സ്മോളർ ഇൻ്റർവെൽസ്. ഒരു കപ്പ് അല്ലെ ഈ ചെറിയ കുപ്പിയുടെ അടപ്പില്ലാത്ത പോലും അല്ലെ 2-3 സ്പൂണൊക്കെ കുടിക്കുള്ളൂ. എപ്പോഴും കുടിച്ചോണ്ടിരിക്കും. ഒരു 5 മിനിറ്റ് മറ്റേത് ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ മറ്റേ അക്രൈറ്റിന് കുടിക്കുകയുള്ളൂ. ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ: അക്രൈറ്റ് നാപ്പിൾസ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ acute conditions such as fever, anxiety and restlessness, especially after exposure to cold wind or fright. പേടി കൊണ്ട് വേണേ ആകാം. ഞാൻ പറഞ്ഞില്ലേ മുമ്പേ ഒരു കേസ് ഞാൻ പറഞ്ഞില്ലേ, ഈ മരിച്ചെടുത്ത് പോയി എന്നെ എന്തെങ്കിലും കണ്ടു പേടിച്ചു, അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട്, അല്ലെങ്കിൽ തണുത്ത കാറ്റടിച്ച് വെളിയിലൊക്കെ പോയിട്ട് തണുത്ത കാറ്റിൽ തുറന്ന സ്ഥലത്ത് പോയി കാറ്റടിച്ചിട്ട് വന്നത് കൊണ്ട് ആകാം അതിന്റെ കാരണം. ആർസനിക്കാരൻ്റെ വയറ്റിലെ അസുഖങ്ങൾ, അതായത് പഴകിയ ഫുഡൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ പഴുപ്പ് കൂടിയ പഴങ്ങൾ കഴിക്കുക, ആൻസൈറ്റി വിത്ത് ബേണിംഗ് പെയിൻ ആൻഡ് റെസ്റ്റ്ലെസ്നെസ്, ഇത് രണ്ടുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ആർസനിക്കിൻ്റെ സിംറ്റം. ഫിസിക്കൽ സിംറ്റംസ് അക്രൈറ്റിൻ്റെ ക്യാൻ ഇൻവോൾവ് ഹാർട്ട് ആപ്ലിക്കേഷൻ, ടിംഗ്ലിംഗ് ഓർ ഷൂട്ടിംഗ് പെയിൻ. ചിലപ്പോൾ രാത്രിയിൽ ഇങ്ങനെ പൊട്ടിപ്പോന്നുള്ള ഉള്ള വേദന വരും, പെട്ടെന്ന് എഴുന്നേറ്റ് ഇരിക്കേണ്ടി വരും.
ഷോക്ക് വന്നാൽ ചിലപ്പം നമ്മൾ ചില കാര്യത്തിലൊക്കെ ചില പിയർ ഉള്ള ന്യൂസുകളൊക്കെ കേട്ടാൽ നമുക്കൊരു ഷോക്കാകും. അതിനൊക്കെ ഒന്നാന്തരം വരുന്ന അതിൻ്റെ പ്രധാനപ്പെട്ടത് ടൈനസ്, ഹീറ്റ്, സിവിയർ പെയിൻസ് ഓഫ് സ്റ്റിച്ചിങ്, ഇങ്ങനെ കുത്തി കുത്തിയുള്ള വേദനയായിരിക്കും. ആൻഡ് ഡെവലപ്പ് സഡൻ ഓൺസെറ്റ് ലൈക്ക് എ സ്റ്റോം ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. പെട്ടെന്ന് വരും, പെട്ടെന്നാണ് വരുന്നത്. ഇൻവോൾവ്സ് ബേണിംഗ് പെയിൻ ആണ്. ആർസനിക്കിന് കൂടുതലും ബേണിംഗ് ആണ്. അത് ചൂട് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറവായിരിക്കും. ക്ഷീണം ഭയങ്കര കൂടുതലായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഡയറിയ ആൻഡ് വോമിറ്റിംഗ് ഓൾട്ടർനേറ്റ് വരാൻ സാധ്യതയുണ്ട്. ഹെൽപ്സ് ഇൻ ട്രീറ്റിംഗ് റെസ്പിറേറ്ററി എലിമെന്റ്, സ്കിൻ ഇൻ കഫ്, വീസിംഗ് ആൻഡ് ബ്രീത്തിങ് ഇൻ ഡിഫിക്കൽട്ടീസ്. ഈ രാത്രിയിലൊക്കെ ഉണ്ടാകുന്ന ചുമ, ശ്വാസമുട്ടലിനൊക്കെ വളരെ നല്ല മെഡിസിനാണ് ആർസനിക്. യൂസ്ഫുൾ ഇൻ ട്രീറ്റിംഗ് ഈവൻ വീക്ക്നെസ് ആൻഡ് കോസ്ഡ് ബൈ ഇൻഫെക്ഷൻസ്. പ്രൊവൈഡ്സ് റിലീഫ് ഫ്രം anxiety, indigestion, release anxiety and stress related recurrent health. അതൊക്കെ വളരെയധികം ഗുണം ചെയ്യും. വീക്ക്നെസ്, ഭയങ്കര വീക്ക്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ അക്കണൈറ്റിന് അത്ര വീക്ക്നെസ് ഇല്ല, പക്ഷെ ആർസനിക്കിന് ഭയങ്കര വീക്ക്നെസ് ആണ്. എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുകയില്ല, ഒരു ശകലം പോലും അനങ്ങത്തില്ല, എപ്പോഴും ഇങ്ങനെ കിടക്കണമെന്ന് തോന്നുന്ന ഒരു ഇതായിരിക്കും. These differences highest and unique profile of aconite and arsenic, guiding homeopathic in treating the patients. The physician must ensure that the aconite is the initial sudden increase inflammatory state with a profound fear of death, while arsenic is for the more advanced conditions with burning pains, severe weakness and anxiety related health and security. ഇതാണ് റെഫറൻസസ് ഇത് എടുത്തിരിക്കുന്നത്. പാരിങ്ടൺ ഉണ്ട്, കെന്റ് ഉണ്ട്, അലൻ ടിയർ, ബോഗർ സിയർ, my own experience with treating so many patients. ഇതാണ് എൻ്റെ ഈ ആർസനിക്കിൻ്റെയും അക്കട്ടിനെ കുറിച്ച് ഉള്ള ഡിഫറൻസിയേഷൻ. ഇനി പറയാൻ പോകുന്നത് ആർസനിക്കിന്റെ. കേൾക്കാവോ? മനസ്സിലാകുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? കുഴപ്പമില്ല സാറേ. എന്നേലും വിഷമമുണ്ടെ പറയണേ. ഇനി പറയാം. വേറൊന്നും പറയണം. എക്സാമിനേഷൻ ഫിയറിന് കൊടുക്കാവുന്ന ഫസ്റ്റ് ഒരു മെഡിസിനാണ് അനാക്കാർഡിയം. പിന്നെ ആൾക്കൂട്ടത്തിനെ കാണുമ്പം, എൻ്റെ പള്ളിയിലോ അമ്പലത്തിലോ പരീക്ഷയ്ക്കോ പിന്നെ കല്യാണത്തിനോ ഒക്കെ പോവുകയാണെങ്കിൽ അതിനു മുമ്പ് കക്കൂസിലോ മൂത്രമൊഴിക്കാനോ തെരുതര പോകുന്ന സിംറ്റംസ് ആണ് എൻ്റെ ആർഡിനൈറ്റിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റം. പിന്നെ വരുന്നത് കാൽക്കേറിയ കാർബാണ്. എന്താ ആപത്ത് വരും, വലിയ രോഗങ്ങൾ എന്തോ വരുമെന്നുള്ളൊരു ഭയമാണ്. വേറുള്ളവർ നമ്മളെ നോക്കുന്നുണ്ട്, നമുക്ക് പലരും നമ്മളെ വീക്ഷിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ. രാത്രിക്കാണ് അത് കൂടുതൽ, അതിനും രാത്രിയിലാണ്. ആർസനിക്കിന്റെ കാര്യം പറഞ്ഞു. പിന്നെ വരുന്ന ഒരു മെഡിസിൻ ഒറ്റയ്ക്കിരിക്കാനുള്ള പേടി, റെസ്റ്റ്ലെസ്നെസ്സും ആൻസൈറ്റി ഉള്ളത്. ഫോസ്ഫറസ് നല്ലൊരു മെഡിസിനാണ്. ഒക്കെ ഞാൻ കൊടുക്കുന്നത് 0/3 0/6 ഒക്കെ. 3 കൊടുത്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ 6 കൊടുക്കും. അത് ഡിവൈഡഡ് ഡോസാണ് കൊടുക്കുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പേടി. ഈയിടെ ഞാനൊരു കേസ് ട്രീറ്റ് ചെയ്തു. പുള്ളിക്ക് ഈ സ്റ്റെപ്പ് കയറാൻ പേടി, കയറാൻ അത്ര പേടിയില്ല, ഇറങ്ങാൻ പേടിയാ, വീഴുമെന്നുള്ള പേടിയാ. അപ്പം പുള്ളിക്ക് അതുപോലെ തന്നെ ഈ മുമ്പത്തെ എസ്കലേറ്ററിലൊക്കെ കയറാൻ പേടിയാ. പ്രത്യേകിച്ച് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് പേടി, മുകളിലോട്ട് പോകാൻ അത്രയും പേടിയില്ല. അത് കൊടുത്തത് ബോറാക്സ് ആണ്. അതുകൊണ്ട് മിനിഞ്ഞാന്ന് വന്നിരുന്ന ആ പേഷ്യൻ്റ് അത് മറ്റേ വെളിയിലോട്ടൊന്നും അധികം ഇറങ്ങിയില്ല. ഈ ഇതൊക്കെ കയറാനുള്ള എക്സലേറ്ററൊക്കെ കയറാനുള്ള
ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എക്സലേറ്റർ കൂടുതലുണ്ട്. എന്നാൽ അവിടെ കയറാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പുള്ളി ഇടയ്ക്കൊക്കെ വരാറുള്ളൂ. ഈ പ്രാവശ്യമായിട്ട് തന്നെ വന്നു. പിന്നെ വേറൊന്നും കരേഡിയമാണ്. ഷേവ് ചെയ്യുമ്പോൾ മുറിയുമെന്നുള്ള പേടി, കത്തിയെടുക്കുമ്പോൾ കൈ മുറിയുമെന്നുള്ള പേടി, ഇതൊക്കെ അതിൻ്റെ അകത്തുള്ള ഏത് മരുന്നാ സാറേ? കടേഡിയം. പിന്നെ സ്റ്റേജിൽ കയറാനുള്ള പേടി, സ്റ്റേജ് ഫിയറിന് ഉള്ള പ്രധാനപ്പെട്ട മെഡിസിൻ ജെൽസീമിയം. അത് പരീക്ഷയ്ക്കും ഞാൻ കൊടുക്കാറുണ്ട്, രണ്ടിനും റിസൾട്ട് കിട്ടാറുണ്ട്. എക്സാമിനേഷൻ ഫിയറിനും നല്ലതാണ്. പിന്നെ അതുപോലെ ഈ ഡിസീസ് കഴിഞ്ഞിട്ട് അലോപ്പതി ഹോസ്പിറ്റലൊക്കെ കിടന്നു കഴിഞ്ഞിട്ട് ആൾക്ക് ആൻസൈറ്റി ന്യൂറോസിസ് കൂടുതലാണെങ്കിൽ കുറയണമെന്നുണ്ട്. അങ്ങനെയുള്ള കേസുകളിലും ജെൽസീമിയം വളരെയധികം ഉപയോഗപ്രദമാണ്. പിന്നെ മുമ്പേ പറഞ്ഞത് താഴോട്ട് വരാനുള്ള, ഇനി മുകളിലോട്ട് കയറാനുള്ള പേടിയുള്ളത് ഓണോസ്മോഡിയാണ്. മുകളിലോട്ട് കയറാനുള്ള ഭയം. അടഞ്ഞ മുറിയിലൊക്കെ കയറി ഇരുട്ടുള്ള സ്ഥലത്തൂടെ കയറി ഈ ടണൽ പോലെയുള്ള അതിൻ്റെ അകത്തൊക്കെ കയറുമ്പം ഉണ്ടാകുകയാണെങ്കിൽ സിസിനോ എന്ന് പറയുന്ന ഒരു മെഡിസിനാണ് അതിൻ്റെ അകത്ത് കൂടുതൽ ഇൻഡിക്കേറ്റഡ് ആയത് വരുന്നത്. പേരെന്നൂടെ പറയാം സാറേ. സിസിനം. സ്പെല്ലിംഗ് എന്നോട് ചോദിക്കരുത്, എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇപ്പൊ കൂടുതലാണ്, ഓർമ്മക്കുറവുകൊണ്ട് വെച്ചതാണ്. അനാക്കാർഡിയം ഞാൻ പറഞ്ഞോന്നറിയത്തില്ല, തിയറി ഓഫ് എക്സാമിനേഷന് പോലെയുള്ളതാണ്. അതിന് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം കൂടുതലായിരിക്കും, ആനിമൽസിനോട് ക്രുവലിറ്റി കാണും. അതുപോലെ തന്നെ ഈ മൃഗങ്ങളെയൊക്കെ അടിക്കുകയും തൊടിക്കുകയൊക്കെ ചെയ്യും അടുത്തൂടെ വന്ന. പിന്നെ ഒരെണ്ണം ബെല്ലോണായ, പട്ടിയെ ഭയങ്കര പേടിയാണ്. അപ്പം ചിലപ്പം ഞാൻ 1-2 കേസുകൾ കണ്ടിട്ടുണ്ട്. ഈ ഓടിച്ചിരിക്കുക, ഇതിൻ്റെ ഡെലിവറി സ്റ്റേജ് വരുമ്പം ആൾക്കാരെ കാണാതെ കട്ടിൻ്റെ കീഴയിലും കതകിനടിയിലും പത്താഴത്തിലും ഒക്കെ കയറി ഒളിച്ചിരിക്കുന്നവർക്ക് കൊടുക്കാവുന്ന തിയറി കൊണ്ടാണ്. അത് ബെൽഡോണയാണ്. പിന്നെ അനദർ, ഒറ്റയ്ക്കിരിക്കാനുള്ള പേടി, പോസ്റ്റിക്കർ. ഒറ്റയ്ക്ക് ഒരിക്കലും ഒരിടത്തും ഇരിക്കത്തില്ല, ആരെങ്കിലും എപ്പോഴും അടുത്ത് വേണം. പക്ഷേ അതുപോലെ തന്നെ ഒരെണ്ണമാണ് ട്രോസറ. എപ്പോഴും ഒരാൾ വേണം. ഒരാൾ കാറിൽ എവിടെയെങ്കിലും പോയാണെങ്കിലും ഒരാളെ കൂട്ടിയേ പോകും, ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. പിന്നെ ഉള്ളത് ജെൽസീമിയം. അത് മുമ്പേ പറഞ്ഞതാ. അത് പ്രഗ്നൻസിയിൽ വേണേലും പേടി. ചിലർ സ്ത്രീകൾക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ എന്നാ പറ്റും, ചത്തുപോവോ, അങ്ങനെയൊക്കെയുള്ള പേടിയും ഭയമൊക്കെ ഉണ്ടെങ്കിൽ ആ ടൈം കൊടുക്കാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഈ ഇടിമിന്നലൊക്കെ വരുമ്പോഴത്തേനും യൂറിനേഷനോ ഡയറിയയോ ഒക്കെ വന്നാൽ, ഓൾട്ടർനേറ്റിങ് അത് രണ്ടും വന്നാൽ ആ സമയത്തും കൊടുക്കാൻ നല്ലൊരു മരുന്നാണ് ജെൽസീമിയം. എക്സാമിനേഷൻ ഒക്കെ പറഞ്ഞു. പിന്നൊരെണ്ണം അയോസ്യാമസ് ആണ്. എല്ലാവരും എനിക്ക് എതിരാണെന്നുള്ള തോന്നല്, എല്ലാരെ കുറിച്ച് സംശയം, എന്നേലും തന്നു കഴിഞ്ഞാൽ ആഹാരമൊക്കെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് കഴിക്കാനും കുടിക്കാനും ഒക്കെ മടി, കാരണം അവർ വിഷം കലക്കി തരുന്നുണ്ടെന്നുള്ളൊരു തോന്നല് അയോസ്യാമസിനുള്ള ഒരു പ്രധാനപ്പെട്ട സിംറ്റമാണ്. ഒറ്റയ്ക്കിരിക്കാൻ പേടി, ഇത് ഇമാജിനറി ഫിയറാണ്, എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണ്. അത് കാലികാർബിനാണ്. അത് ലൈക്കോപോഡിയത്തിനുണ്ട്. പക്ഷെ ലൈക്കോപോഡിയത്തിനും എക്സാമിനേഷൻ ഫിയർ പറയുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു കേസ് ട്രീറ്റ് ചെയ്തു. എൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരാൾ രാത്രി വരുമ്പോൾ ഒരു പാടത്തൂടെ വരുമ്പം അവിടെ ഒരു തോടുണ്ട്. ആ തോട്ടിന്റെ വരമ്പേ കൂടെ വന്നപ്പോൾ പുള്ളി ഈ ചന്ദ്രന്റെ വെട്ടത്ത് പുള്ളിയുടെ നിഴല് കണ്ടു. പല സൈക്കോളജിയും സൈക്കാട്രിസ്റ്റും കണ്ടിട്ട് പറഞ്ഞില്ല. അന്നേരം ഈ ഷാഡോ കണ്ടിട്ട് ഉള്ള അതിന് ഈ ലൈക്കോപോഡിയം കൊണ്ട് കംപ്ലീറ്റ് തീർത്തും മാറി പുള്ളിയുടെ അസുഖം. ഈ മന്ത്രവും തന്ത്രവും എല്ലാം ചെയ്ത, ആയുർവേദവും അലോപ്പതിയും ഒക്കെ ചെയ്തു, എന്നിട്ടെങ്കിലും കുറഞ്ഞില്ല. നമ്മുടെ ലൈക്കോപോഡിയം കൊണ്ട് കംപ്ലീറ്റ് മാറി.
പിന്നെ ഭ്രാന്ത് വരുമെന്നുള്ള ഒരു പേടി. എനിക്ക് ഭ്രാന്ത് വരുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ മാനസിലായാൽ മതി. അതുപോലെ തന്നെ ഭ്രാന്ത് വരുമെന്നുള്ള ഒരു പേടിയാണ് മെഡോറിനം. അത് ഇട്ടത്ത് പോകാൻ പേടി, ആരാണ്ട് പുറകെ വരുന്നെന്നുള്ള പേടി, ഇടയ്ക്കിടയ്ക്ക് ഒരു അനക്കം കയറ്റിയാലും പുറകോട്ട് തിരിഞ്ഞു നോക്കും. ഈ രോഗത്തിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റിയെന്നുള്ളൊരു തോന്നല്. മെഡോറിനം ഈ അക്കണൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ ആർസനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇന്റർ കറന്റ് ആയിട്ട് അഥവാ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് മെഡോറിനം. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞു, താഴോട്ടുള്ളതിന് ബോറാക്സ്, മുകളിലോട്ടുള്ളതിന് ഓണോസ്റ്റോഡിയം ഇതിനുള്ളതാണ്. പിന്നെ പേടിച്ചു തൂറിയെന്ന് കേട്ടിട്ടില്ലേ? പേടിച്ചു തൂറിയെന്ന് കേട്ടിട്ടുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള മരുന്നാണ് ഓപ്പിയം. പേടിച്ചിട്ട് മലവും മൂത്രമൊക്കെ അറിയാതെ പോവുകയാണെങ്കിൽ അതിന് കൊടുക്കാനുള്ള മരുന്നാണ് ഓപ്പിയം. ഓസറസ് അത് ഞാൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞ. പിക്രിക് ആസിഡ് എക്സാമിനേഷൻ തോറ്റു പോകുന്നുള്ള ഒരു തോന്നല് അങ്ങനെ വന്നാൽ പിക്രിക് ആസിഡാണ്. ഈ ഭൂതത്തിനെയും പ്രേതത്തിനെയൊക്കെ പേടിയുള്ളവർ മുറിയിലോട്ടൊന്നും പോവില്ല, ഒറ്റയ്ക്ക് പോകാൻ പേടി. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ഒരു പഴയ ഒരു കുടുംബത്തില് അവിടെ ഗന്ധർവനുണ്ട്, യക്ഷിയുണ്ടെന്നൊക്കെ പറയും. എല്ലാവരും അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇറങ്ങി ഓടിക്കളി. അത് വേറുള്ളവരോട് വളരെ സിമ്പതി ആയിരിക്കും. അതറിയാമല്ലോ, പൾസാറ്റഡായിട്ട് വീപ്പിംഗ് ടെൻഡൻസി, നാണമൊക്കെ കൂടുതലുള്ള, പ്രത്യേകിച്ചും ലേഡീസിൽ ആ വക പേടി. അതായത് യക്ഷിയുണ്ട്, ഗന്ധർവനുണ്ടെന്നൊക്കെ പറഞ്ഞ് പഴയ ചില വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ് കേൾപ്പിക്കും വല്യമ്മമാര്. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്ന പേടി കൊണ്ട് ഇരുട്ടുമുറിയിൽ ഇരിക്കാനും അതുപോലെ അറയും നിരയുള്ള പഴയ വീടുകളിലൊക്കെ കയറാനും ഒക്കെ പേടിയുള്ളവർക്ക് കൊടുക്കാവുന്ന നല്ലൊരു മരുന്നാണ് പൾസാറ്റില. പിന്നെ നമ്മൾ ഡൗൺവേർഡ് മോഷന് പേടിയുള്ളതിന് പറഞ്ഞത് ബോറാക്സ, സാനുക്കളായും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. വൈകിട്ടും രാത്രിയിലും പേടിയുള്ളത്, ഒറ്റയ്ക്കിരിക്കാൻ പേടിയുള്ളത് സെപ്റ്റിയ. പിന്നെ ഈ കത്തി കാണുമ്പോൾ, പോർക്ക് നീഡിലൊക്കെ കാണുമ്പോൾ, അതിനൊക്കെ സ്പൈജീരിയ ഒരു വെപ്പൺസ് ഒക്കെ കാണുമ്പോൾ, ഷാർപ്പ് വെപ്പൺസ് കാണുമ്പോൾ ഉണ്ടാകുന്ന പേടിക്ക് സ്പൈജീരിയ നല്ല മരുന്നാണ്. അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞു ഡൗൺവേർഡ്സ് ഉള്ളതിന് ബോറാക്സ് പറഞ്ഞിട്ടുണ്ട്, സാനുക്കിഡ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു മരുന്നാണ് സ്റ്റാനം മെറ്റ്. ഇത് മൂന്നെണ്ണം ഉണ്ട്: സാനുക്കിഡ, ബോറാക്സ്, സ്റ്റാനം മെറ്റ്. പക്ഷേ മുകളിലോട്ട് കയറാൻ ഒരു പേടിയില്ല, എത്ര ഉയരത്തിൽ വേണേലും പറ്റും. താഴോട്ട് വരാൻ പേടിയാണ്, അത് സ്റ്റാനം മെറ്റാ. പിന്നെ ക്ലസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ അടഞ്ഞ മുറിയിൽ അല്ലെ അടഞ്ഞ ഈ തുരങ്കത്തിൽ കൂടെ പോലെയുള്ളിടത്തൂടെ ഒക്കെ കയറി ടണലിലൊക്കെ പോയി കയറി ഇറങ്ങാനുണ്ട്. മുമ്പേ പറഞ്ഞത് അതിൻ്റെ കൂട്ടത്തിൽ ആർജന്റൻ നൈട്രിക്കോ സിമിസിബുഗൻ സക്സീനം പറഞ്ഞതാ മുമ്പേ പറഞ്ഞതാ. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ആർജന്റൻ നൈട്രിക്കോ സിമിസിബുഗായും കൂടെ അതിന് പറ്റുന്ന. പിന്നെ ഇടിവെട്ടുമ്പം അറിയാതെ മൂത്രം പോവും. അത് ബെറേട്ടമാലിന്, അത് തണ്ടർസ്റ്റോമും ഇടിയും മിന്നലും ഒക്കെ ഉള്ളപ്പം മൂത്രം അറിയാതെ പോവുകയാണെങ്കിൽ ബെറേട്ടമാലാണ് മെഡിസിൻ. അപ്പം ഇനി ആർക്കെങ്കിലും ചോദ്യമോ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കേസുകൂടെ ഞാൻ പറയും. ഒന്ന് രണ്ട് വലിയ കേസുണ്ട്, അത് അരമണിക്കൂർ 3/4 മണിക്കൂർ വേണം. അതുകൊണ്ട് അത് എടുക്കുന്നില്ല. ചെറിയ കേസ് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഞാൻ പറയാം. ചെറിയ കേസ് പറയുന്നതായിരിക്കും സാറേ നല്ലത്. അത് ശരി. അടുത്ത പ്രാവശ്യം നമുക്ക് വലുതിന് പ്രത്യേകിച്ച് ഒരു ദിവസം വെക്കാം. അത് കുറച്ച് കൂടുതലാ. അത് റെപ്പർട്ടൈസേഷനും ഈ സിസ്റ്റമാറ്റിക് കേസ് ടേക്കിങ്ങും ഒക്കെ എളുപ്പമായതുകൊണ്ട് അതിന് ഒരുപാട് സമയം വേണം. പക്ഷെ അതിന് ഇതില്ല, PPT ഇല്ല. അതുകൊണ്ടാണ് വിഷമം. PPT ഉണ്ടാക്കാൻ എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്. PPT ഇല്ലെങ്കിലും കുഴപ്പമില്ല സാറേ. സാറിന് എല്ലാവർക്കും വിശ്വാസമാണ്. കാരണം സാറിന് നുണ പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സത്യം മാത്രമല്ലേ പറയുള്ളൂ. ഇപ്പൊ തമാശ ആണെങ്കിലും സാറ് പറയുമല്ലോ.
നമ്മളെ ഇട്ട് വിട്ട് കളഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലേ? എന്നാ വിട്ട് സാറേ അത് കുറച്ച് ഗസ്റ്റ് വന്നപ്പോഴേ അറിയാതെ ഒന്ന് മാറിപ്പോയതാ. ആ ആ. അപ്പൊ അവരോട് പുറത്തോട്ട് പോയപ്പോഴത്തേക്കാണ് ആ, സാറിന്റെ ഞാനത് കാരണം എന്റെ ഷെയറിങ് നടന്നില്ല. കുഴപ്പമൊന്നുമില്ല. അല്ല, പക്ഷെ എനിക്ക് കാണാതെ അറിയാം. പക്ഷെ എന്നാലും ഇപ്പൊ ഇച്ചിരി മറവിയുണ്ട്. അത് അതിന് മറിയാമ്മ പോയിന്റ് ഒക്കെ ഡോക്ടറെ ഓർത്തില്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് അതെ, ചെയ്ത് പറയാൻ പറ്റും. പക്ഷെ ഇവിടത്തെ പോയിന്റ്സ് മറന്നു പോകും. ഇത് പഴയ ആ ഓർമ്മയില്ല. ഇപ്പൊ 8-ാം തീയതി നമ്മുടെ IFBSന്റെ ഒരു 2000 ദിന ആഘോഷത്തിന്റെ ഞാൻ ഉദ്ഘാടനം കണ്ടു. ആ ഞാൻ അതെ കണ്ടത്. അതെ തിരുവനന്തപുരത്ത് വെച്ച് നടത്തുകയാണ്. അപ്പൊ ഞാൻ അതിന്റെ കണ്ട് ഇപ്പൊ അതിന്റെ തന്നെ 10-35 പേര് ആ ഓൾറെഡി അത് രജിസ്റ്റർ ചെയ്തതും, ആ അതുപോലെ തന്നെ അവിടെ 25 പേരുണ്ടല്ലോ. ഐസക് ആ, സാറിന്റെ ഏഹ്, ഇതിൽ സ്ഥാപനത്തിൽ വെച്ചല്ല നടത്തുന്നത്. അതെ അതെ. അപ്പൊ ഒക്കെ ഞാൻ മൊത്തം കണ്ടു. എല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് കാര്യം ഏഹ്, ബുക്കിംഗ് അത്രയും പേര് വരികയും ചെയ്തു. അപ്പൊ അതിന്റെ കുറച്ച് പേപ്പർ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഇതിന്റെ മുമ്പിൽ തന്നെ ഇരുന്ന് ചെയ്യുകയും എനിക്ക് മനസ്സിലാകും. ഞാൻ ചിലപ്പം ഒക്കെ വിചാരിക്കാറുണ്ട് അപ്പോഴാണ് ഈ എപ്പം ഗസ്റ്റ് അപ്പോഴാണ് ഈ ഗസ്റ്റ് വന്നത്. അപ്പൊ അവരെ ഒന്ന് പുറത്തോട്ടാക്കാൻ പോയപ്പോഴത്തേക്ക് കുഴപ്പമില്ല. അങ്ങനെ ഇതൊക്കെ മറിയാമ്മ എല്ലാവർക്കും ഡോക്ടർ അല്ലെങ്കിൽ ഞാൻ മറിയാമ്മ ഡോക്ടറെ ആക്കിയിട്ടേ സാധാരണ പോകാറുള്ളൂ. എനിക്ക് മനസ്സിലായി. എനിക്ക് വലിയ പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്കുള്ളിടത്തോളം വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ല. എങ്കിൽ സാറിന്റെ കൂടെ സാറിന്റെ ആരോഗ്യം ഏതായാലും സാറ് ഇന്നലെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി പണിയാവുമെന്ന്. പക്ഷെ ഇപ്പൊ ഇന്ന് സാറ് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. രോഗമൊന്നും അതിന്റെ ഒരു കേസ് ഞാൻ പറയാം. ഓക്കെ. അത് എന്നെക്കൂട്ട് തന്നെ എൻ്റെ അയൽവക്കത്ത് ഒരാളുണ്ട്. അയാൾക്ക് ഡയബറ്റീസാ. അയാൾക്ക് 40-45 വർഷം ആയിട്ട് ഡയബറ്റീസ് ഉള്ള അയാൾക്ക് ഇന്നലെ രാത്രി മിനിഞ്ഞാന്ന് രാത്രിയിൽ അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡയബറ്റിക് ന്യൂറോപ്പതി. ഇടത്തെ കാലില് ഇടത്തെ ചെറുവിരല് തൊട്ട് ഭയങ്കര വേദന. അത് കഴിഞ്ഞ് കൊടുത്ത മരുന്ന് അവർക്കൊന്നും എന്നോട് വലിയ വിശ്വാസമൊന്നുമില്ല. ഹോമിയോപ്പതി വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ വെളിയിൽ നിന്നൊക്കെ ഈ നാസിക്ക് പൂനെ നിന്നൊക്കെ ഒറ്റയൊക്കെ പേഷ്യൻ്റ് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കൂട്ട് ബ്യൂട്ടി പ്രാക്ടീസൊക്കെ കുറവാണ്, ചെയ്യാൻ പാടില്ലെന്ന്. എന്നാലും ഒറ്റയൊക്കെ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും പറയാറില്ല. അപ്പം അന്നേരം ഇങ്ങനെ വന്നപ്പോൾ അവർക്കൊക്കെ ഒരു വിശ്വാസം, അടുത്തുള്ളവർക്കൊക്കെ ഇച്ചിരിച്ച് വിശ്വാസമായി. നമ്മുടെ തൊട്ടടുത്തുള്ളത് അവർ അലോപ്പതി മരുന്ന്, അവരുടെ മകനും ഡോക്ടറാണ്. അലോപ്പതി മരുന്ന് കഴിച്ചിട്ടും കുറവില്ല. അങ്ങനെ എന്നെ വന്ന് വിളിച്ചു. രാത്രി ഒരു 10-11 മണി വരെ വലിയ കുഴപ്പമൊന്നുമില്ല. 11 കഴിഞ്ഞപ്പോൾ അയക്ക് വേദന തുടങ്ങി. കാലയിൽ ഭയങ്കര അൺബിയറബിൾ പെയിൻ. അപ്പം സാധാരണ രാത്രി നൈറ്റ് അഗ്രവേഷൻ വെച്ചിട്ട് മെർസോളിൻ്റെ പല സിംറ്റം ഉണ്ട്. മോഷനിൽ മ്യൂക്കസ് ഉണ്ട്, ഈ ടെനസ്മസ് ഉണ്ട്, അതുപോലെ ആംബിതെർമനാണ്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് മെർസോൾ കൊടുത്തപ്പോൾ സ്വല്പ ആശ്വാസമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി നോസോട് തന്നെ നോക്കിക്കളയാം. ഒരു സിഫിലിനും ഒരു ഡോസ് കൊടുത്തു. അതുകൊണ്ട് കുറച്ചുകൂടെ കുറവ് കിട്ടി. പക്ഷെ മാറുന്നില്ല. അന്നേരം വെൽ സെലക്ടഡ് റെമഡി ഫെയിൽസ്. അത് വെച്ചിട്ട് സൾഫർ 0/3 കൊടുത്തു. അന്നേരത്തിന് ഏകദേശം 3-4 മണിയായി. കൊടുത്തു കഴിഞ്ഞപ്പം കുറവ് കിട്ടി. പക്ഷേ രാവിലെ മൂത്രമൊഴിക്കാൻ നോക്കിയിട്ട് ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബേണിങ്, അൺബിയറബിൾ ബേണിങ് പെയിൻ. പിന്നെ ഞാൻ വെച്ച് റെപ്പാർട്ടറിയൊക്കെ വെച്ച് തപ്പിയപ്പം 2 മെഡിസിൻ. ഞാൻ ആദ്യം ചെയ്യുന്ന റെപ്പാർട്ടറി കോൺകോർഡൻ റെപ്പാർട്ടറി, ഇതിൻ്റെ നമ്മുടെ പാതക്കിൻ്റെ റെപ്പാർട്ടറിയാണ്. SR പാതക്കിൻ്റെ റെപ്പാർട്ടറി റെഫർ ചെയ്തപ്പം എനിക്ക് കിട്ടിയ മരുന്ന് 2 ഒരെണ്ണം നമ്മുടെ യുറേനിയൻ നൈട്രിക്കാണ്. പക്ഷെ ഞാൻ തപ്പിയിട്ട് എൻ്റെ കയ്യിൽ യുറേനിയൻ നൈട്രിക് ഇരിപ്പുണ്ട്. എവിടെയാണെന്ന് തപ്പിയിട്ട് കാണുന്നില്ല. രാത്രിയല്ലേ. പിന്നെ നോക്കിയപ്പം നെക്സ്റ്റ് മെഡിസിൻ കിടക്കുന്നത് ഇവിടെ ബുക്കിരിപ്പുണ്ട്. നോക്കിയിട്ട് വേണേൽ പേജ് പറയാം. അവിടെ ഇരിപ്പുണ്ട്. ഡ്യൂറിങ് യൂറിനേഷൻ, ബേണിങ് ഡ്യൂറിങ് യൂറിനേഷൻ, ബേണിങ് പെയിൻ ഡ്യൂറിങ് യൂറിനേഷൻ. അത് കാലിക്കാർഡ. അന്നേരം അത് കൊടുക്കാനുള്ള കാര്യം അയക്ക് സോഡ ഭയങ്കര ഇഷ്ടമാണ്. ക്രേവിങ് ഫോർ സോഡ. നേട്ടം കാർബ് എന്ന് പറയുന്നത് നേട്ടം കാർബ്. അത് കൊടുത്തു കഴിഞ്ഞപ്പം കംപ്ലീറ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം
ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ യൂറിൻ പിടിച്ചു നിർത്താൻ പറ്റിയല്ല. പക്ഷേ അയാൾ പിന്നെ അത് ഉണ്ടായിട്ടേ ഇല്ല. 2 ദിവസമായി. ഒറ്റ ഡോസ് മെഡിസിനെ കൊടുത്തു. അത് ഒരു 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 2 പിൽസ് എടുത്തിട്ട് വാട്ടറിൽ കലക്കിയിട്ട് 5 മിനിറ്റ് എടുക്കും, 15 മിനിറ്റ് എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് വന്നില്ല. വേദനയും പോയി, ഇതും പോയി, ഇതുവരെ വന്നില്ല. അത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞത് അന്നേരം നമ്മുടെ മരുന്ന് കറക്റ്റായിട്ട് കഴിച്ചാൽ, എനിക്ക് എന്നൊക്കെ അലോപ്പതി മരുന്ന് കഴിച്ചാലും നമ്മുടെ ഹോമിയോപ്പതി ചെന്നാൽ എനിക്ക് ഡയബറ്റിക് ന്യൂറോപ്പതിക്കും അതുപോലെ തന്നെ എനിക്ക് ഈ സൈനസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചില കഫക്കെട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെൻ്റെ ശബ്ദം ഇങ്ങനെയൊന്നും അല്ലിരുന്നു, ഒക്കെ മാറിപ്പോയതാണ്. ഒരുമാതിരി കോങ്ങണി പറയുന്ന മാതിരിയുണ്ട്. സോറി, ഇതിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും കേട്ടോണ്ടിരിക്കുന്നുണ്ട്, വിഷമിക്കരുത്. മൂക്കിക്കൂടെ പറയുന്ന മാതിരിയേ തോന്നുള്ളൂ. അത്ര ക്ലിയർ ആകുന്നില്ല സംസാരം. അതെനിക്കറിയാം. ഒന്ന് പ്രായത്തിൻ്റെ ആയിരിക്കും, 2 ഡിസീസിൻ്റെ. ഏതായാലും ഹോമിയോപ്പതി മരുന്നിനോടും നമുക്ക് എഫക്റ്റീവായിട്ട് വേറൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എത്രയൊക്കെ കഴിച്ചാലും അത് കഴിച്ചാലേ എനിക്ക് എന്നൊക്കെ പറഞ്ഞാലും സിംറ്റമാറ്റിക് റിലീഫ് കിട്ടണമെങ്കിൽ അത് കഴിക്കണം. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ 1-2 കേസ് കൂടെ അങ്ങ് പറയും. അതല്ലേ സാർ, ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാനോ എന്തെങ്കിലും അഭിപ്രായം പറയാനോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് അതെ, ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇനി എത്ര മിനിറ്റാ ഉള്ളത്? നമുക്ക് 10 മിനിറ്റ് ഉണ്ട് സാറേ. അതെ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടെങ്കിൽ, ഒരു ചെറിയതാണെങ്കിലും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ ഇപ്പം വന്ന ഒരു കേസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ ഇഞ്ചുറി, ഈയിടെയായിട്ട് വരുന്ന ഇഞ്ചുറി. അതുപോലെ മിഞ്ഞാന്നൊരു കുട്ടി അയൽവക്കത്തുള്ള, ഇപ്പം അയൽവക്കത്തുള്ളവർക്ക് കുറേശ്ശെ വിശ്വാസം വന്നു തുടങ്ങി. ഒരു കുട്ടിക്ക് ഡയറിയ വന്നു കേട്ടോ. ഡയറിയ വന്നു കഴിഞ്ഞ് അലോപ്പതി മരുന്ന് തന്നെ കൊടുത്തിട്ട് കുട്ടിക്ക് ഡയറിയ ഒക്കെ നിന്നു. പിന്നെ കോൺസ്റ്റിപ്പേഷനായി. അത് കഴിഞ്ഞ് അതിന് ഭയങ്കര എന്നാ പറയുന്നത്, ചിത്താന്തം, ഇറിറ്റബിലിറ്റി. എന്നാ ചെയ്താലും കേൾക്കില്ല. എപ്പോഴും ആരെയും എടുത്തോണ്ടും നടന്നും താഴെ നിർത്തിപ്പോയെങ്കിൽ കരച്ചില്ല. ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ എന്നാ കൈ കിട്ടിയാലും ആദ്യം വേണമെന്ന് പറയും, പിന്നെ അത് വേണ്ട. കഴിക്കാനാണെങ്കിലും ശരിയാ, കളിപ്പാട്ടം കിട്ടിയാലും ശരിയാ, അങ്ങനെയൊക്കെ. അവസാനം നമ്മുടെ ഒരു ചമ്മമില്ല 0/3 ഒരു 2-3 പ്രാവശ്യം കൊടുത്തു. കംപ്ലീറ്റ് 1 മണിക്കൂറിനകം കുഞ്ഞുകലം ഉറങ്ങി. ഒരു കുഴപ്പമില്ല. അപ്പം എന്നാലും അക്യൂട്ട് ഡിസീസിന് നമ്മുടെ മരുന്നിന് അപ്പുറവും. ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടി വരും. പക്ഷേ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞിട്ട് ആക്ട് ചെയ്തില്ലെങ്കിൽ മാറേണ്ടി വരും. നമ്മളെടുക്കുന്ന കേസിലോ അല്ലെങ്കിൽ കിട്ടുന്ന സിംറ്റംസിലോ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് ടു ക്യൂർ, ഇതൊക്കെ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മരുന്ന് പിടിക്കാതെ വരുമോ, അല്ലെങ്കിൽ നമ്മുടെ സെലക്ഷൻ അത്ര കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയില്ലെങ്കിലോ ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുകയില്ല. പക്ഷേ അവിടെ കൊണ്ട് നിൽക്കരുത്. നമ്മൾ വീണ്ടും റെപ്പർട്ടൈസ് ചെയ്യുകയും കൂടുതൽ. അപ്പം പേഷ്യൻ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് സമയം കിട്ടുമല്ലോ. അവർക്ക് കുറവില്ലെങ്കിൽ വീണ്ടും നമ്മൾ നോക്കണം. അടുത്തത് മെഡിസിൻ സെലക്ട് ചെയ്ത് ഫസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മൾ 2-3 മെഡിസിൻ കൂടെ സെലക്ട് ചെയ്താൽ ഒന്ന് ഫെയിലായ, നമ്മളിപ്പം ഈ കീനോട്ടിൽ ആണെങ്കിൽ അവസാനം എഴുതിയിട്ടുണ്ട്, ഈ ദിസ് മെഡിസിൻ ഫെയിൽസ് ദി നെക്സ്റ്റ് മെഡിസിൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ മാതിരി നമ്മളൊരു 3-4 മെഡിസിൻ സെലക്ട് ചെയ്യുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റായിട്ട് വരുന്നത് നമുക്ക് അക്യൂട്ട് കേസിൽ ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ പറ്റിയത്. ഞാനൊരിക്കൽ ഒരു പേഷ്യൻറ്റിന് മുട്ടുവേദന വന്നു. ഞാനും ചോദിച്ചു, രാവിലെയാണോ, ഉച്ചയ്ക്കാണോ, രാത്രിയിലാണോ, ഇരിക്കുമ്പോഴാണോ, കിടക്കുമ്പോഴാണോ, അതുപോലെ മെൻ്റൽ സിംറ്റം ചോദിച്ചു. സാറേ, എനിക്ക് തലവേദനയും മുട്ടുവേദനയൊക്കെ. സാർ എൻ്റെ വീട്ടിലെ കാര്യവും പേഴ്സണൽ കാര്യമൊക്കെ എന്തിനായി തിരക്കുന്നേ? എനിക്ക് മുട്ടേന വേദനയും തലവേദനയും പോയാൽ മതി. അന്നേരം നമ്മൾ ഈ അക്യൂട്ട് ഡിസീസിൻ്റെ അക്യൂട്ട് ടോട്ടാലിറ്റി വെച്ചിട്ടൊരു പ്രിസ്ക്രിപ്ഷൻ, ടെമ്പററി ആയിട്ടുള്ള അക്യൂട്ട് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കണം. അല്ലെങ്കിൽ പേഷ്യൻ്റ് നിൽക്കുകയില്ല, ചിലപ്പോൾ പൂക്കളഞ്ഞു കഴിയും. അതുകൊണ്ട് അക്യൂട്ട് കേസിലും നമുക്ക് കുറേ കാലം കൊണ്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പം പേഷ്യൻറ്റിന് നമുക്കൊരു വിശ്വാസം വന്നാൽ അവർ നേരിട്ട് വരും. ഇപ്പം പൊതുവെ കുറവാണെന്നാണ് അറിവ് അക്യൂട്ട് കേസുകൾ. എങ്കിൽ പോലൂടെ
ഈ ക്രോണിക് കേസുകൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ അക്യൂട്ട് കേസ് കിട്ടും. ഏതായാലും എൻ്റെ അനുഭവത്തിൽ ഹോമിയോപ്പതിയോടും പറ്റിയ ഒരു സിസ്റ്റം. ഞാൻ എന്നും രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കുമ്പം ദൈവത്തിനൊരു താങ്ക്സ് പറയും. എനിക്ക് ഈ എന്നെ ഈ ഹോമിയോപ്പതി ഡോക്ടറാകാൻ സഹായിച്ച ദൈവത്തിന് എപ്പോഴും ഞാൻ നന്ദി പറയും. കാരണം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ ഏത് പ്രൊഫഷനിൽ പോയാലും ഇത്ര എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും ഉണ്ടാകുമെന്ന് എനിക്കൊരു തോന്നലില്ല. അതുകൊണ്ട് ഇത് കണ്ടുപിടിച്ച ഹനുമാനും അതുപോലെ തന്നെ എനിക്കിങ്ങനെ ഒരു അവസരങ്ങളൊക്കെ തന്ന ഈ IFPHനും അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സിനും അതുപോലെ എന്നോട് ഇടയ്ക്കിടയ്ക്ക് എല്ലാം സംശയങ്ങൾ ചോദിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന എൻ്റെ വെൽവിഷേഴ്സിനും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ എത്ര ഡോക്ടർ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ബിനോയ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ചോദിക്കാം. ഡോക്ടർ വളരെ നന്ദിയുണ്ട്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കേസസ് പ്രാക്ടിക്കൽ വേ ഓഫ് അപ്രോച്ച് വളരെ ഹെൽപ്ഫുൾ ആണ്. താങ്ക് യു ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. IFPHന്റെ പാർട്ടായിട്ടും താങ്ക് യു പറയുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഡോക്ടർ. ഈ ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോംപ്ലിക്കേറ്റഡ് കേസസ് ഡോക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്ന മെഡിസിൻ ക്ലോണൈൻ ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലോണൈൻ. ഓക്കെ. ഈ ഒരു സിംറ്റം ഉണ്ട്. ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടും. നമ്മൾ ഹൈപ്പർ ടെൻഷന് ക്ലോണൈന്. ഡോക്ടർ എൻ്റെ നമ്പർ അറിയാവോ? ഇല്ല, നമ്പർ അറിയില്ല. 944. എന്നെ ഒന്ന് ബന്ധപ്പെടാം. ഞാൻ കുറച്ചുകൂടെ പഠിച്ചതിന് ശേഷം. എനിക്ക് റെഡിമെയ്ഡ് മരുന്നൊന്നും അറിയത്തില്ല, സത്യം പറയാം. ഇല്ല, റെഡിമെയ്ഡ് മരുന്നൊന്നും വേണ്ട. നമുക്ക് സ്റ്റഡി ചെയ്തിട്ട് ഞാനത് നോക്കിയിട്ട് സ്റ്റഡി ചെയ്തിട്ടേ പറയത്തുള്ളൂ. അതിന് ചില ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പം വേണ്ടി വരും. എന്നാലും ഞാനൊരു 2 മരുന്നൊന്ന് നോക്കി വെച്ചിട്ട് ഞാൻ വിളിച്ച് പറയാം. അതിനാ ഞാൻ ചോദിച്ചാൽ. എനിക്ക് എൻ്റെ ഇതിലൊരു വാട്സപ്പ് ഉണ്ടാക്കിയിട്ട് എന്നാ ഞാൻ കോണ്ടാക്ട് ചെയ്യാം. എന്നാലും ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് ഞാൻ വിളിക്കും. എന്നിട്ട് ഞാൻ പറയാം. ഞാൻ സാറിന് കൊടുക്കുന്ന ക്ലോണൈനാണ്. പിന്നെ നേരത്തെയൊക്കെ ഞാൻ റവോഡ്ഫിയ കൊടുക്കുന്നത്. പക്ഷേ ചിലരൊക്കെ പറയുന്നു റവോഡ്ഫിയ ലോങ് സ്റ്റാൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ കാണുന്നു എന്ന് പറയുന്നത് കൊണ്ട് എൻ്റെ കൂട്ടുകാർ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ വളരെ കൂടി വന്നു കഴിഞ്ഞാൽ റവോഡ്ഫിയ തന്നെ കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ സ്ട്രോഫാമ്പസ് ആണ് കൊടുക്കുന്നത്. മദർ ടിഞ്ചർ കൊടുക്കുമ്പോൾ വളരെ. പിന്നെ ഈ ജനറലായിട്ടുള്ള സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഇതൊക്കെ. ഞാനൊരു കേസ് ഒരിക്കൽ ഞാൻ പഠിച്ച് ഔസഡൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പം കോട്ടയത്ത് RTO ഓഫീസർ അങ്ങേർക്ക് എൻ്റെ ഒരു കൂട്ടത്തിൽ പഠിച്ച ഒരു കൂട്ടുകാരൻ കൂട്ടിയിട്ടാണ് വന്നത്. എനിക്കന്ന് ഈ കൂടുതൽ ഈ ഹാർട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ട്, ഹൈപ്പർ ടെൻഷനുണ്ട്, അഞ്ജൈന പെക്ടോറിസ് ഉണ്ട്. ഞാനന്ന് പ്രകാശ് സാറുണ്ട്. അന്ന് പ്രകാശ് സാർ ഞങ്ങളുടെ CMO ആയ. പ്രകാശ് സാറിൻ്റെ കൂടെ ഞാൻ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരെയും കൂട്ടി കാറും പിടിച്ച് പതിയെ പ്രകാശ് സാർ കോളേജിനടുത്ത് ഇപ്പം ഇരിക്കുന്ന റിസർച്ചിൻ്റെ എതിർവശത്ത് ഒരു വീടുണ്ട്, അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ഒന്നും അധികം ചോദിച്ചില്ല. പുള്ളി ഒരു ഡോസ് മരുന്നെടുത്ത് മാവൊടിക്കാൻ പറഞ്ഞു. മാവൊടിച്ച് ഒരു ഡോസ് മരുന്നെടുത്ത് മാക്കലോട്ടിട്ടു. ഇനി ഞൊണഞ്ഞ് കഴിച്ചോളാം. പുള്ളി ബാക്കി കൊടുത്ത് കുറച്ച് പ്ലാസിബോ കൊടുത്തു. എന്നാ പ്ലാസിബോ കൊടുത്തെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും 8 ഡോസ് മരുന്നുകൊണ്ട് പുള്ളിയുടെ ചെസ്റ്റ് പെയിനും പോയി. പുള്ളി ഹാർട്ട് സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ECGയും ചെയ്ത് എല്ലാം ചെയ്തിട്ടൊന്നും കുറഞ്ഞില്ല. ഈ 8 ഡോസ് മരുന്നെ കൊണ്ടുപോയി. അന്നേരം ഞാൻ ചോദിച്ചു, സാറേ ഇതെങ്ങനെയാ? വേറുള്ളവരുടെ അറിവിന് വേണ്ടിയാണ് പറയുന്നത്. താൻ ശ്രദ്ധിച്ചോ പേഷ്യൻ്റ്? ഒബ്സർവേഷൻ എന്ന് പറയും. നമ്മൾ ബോഡി ലാംഗ്വേജ് പേഷ്യൻറ്റിൻ്റെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എവിടാണ് പേഷ്യൻ്റ് എങ്ങനെയാണ് വരുന്നത്? പാനിക്കായിരുന്നു. ചെസ്റ്റ് സമയമായോ? വേറെ ഡോക്ടർ ഇങ്ങനെ ഈ ലെഫ്റ്റ് ചെസ്റ്റിൽ കൈ ഇങ്ങനെ വെച്ചിരിക്കുക. കാണാവോ എന്നെ? കൈ ഇവിടെ ചെസ്റ്റിൽ ഹാർട്ടിൻ്റെ ഇങ്ങനെ പിടിച്ചിരിക്കുക. താൻ അത് ശ്രദ്ധിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ
പുള്ളി കൈ അങ്ങനെ ചെസ്റ്റിന്റെ അവിടെ ഇരിക്കുന്ന കണ്ടല്ലോ, പ്രസ് ചെയ്തിരിക്കുന്ന കണ്ടോ എന്ന് ചോദിച്ചു. താങ്ങി പിടിച്ചിരിക്കുന്ന കണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. പുള്ളി അത് വെച്ചിട്ട് കാക്ടസാ കൊടുത്തത്. ഒറ്റ ഡോസേ കൊടുത്തുള്ളൂ. പുള്ളി കൊടുത്തത് 30. പിന്നെ ആൾക്ക് BP കുറഞ്ഞു, അഞ്ചൈന പെക്ടോറിസും പോയി, എല്ലാം പോയി. ഇതാണ് പ്രിസ്ക്രിപ്ഷൻ. ഈ ഒബ്സർവേഷൻ, എങ്ങനെയാണ് പേഷ്യന്റ് വരുന്നത്, എങ്ങനെയാണ് പേഷ്യന്റ് നിൽക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്, വരുന്നത്, അതവരുടെ മോഷന്റെ കളർ എന്നാണ്, എങ്ങനെയാണ്, അതുപോലെ അവരുടെ പെർസ്പിറേഷന്റെ സ്മെൽ എന്നാണ്, അതുപോലെ യൂറിന്റെ കളർ എന്നാണ്. ഇങ്ങനെയൊക്കെ വെച്ച് നമുക്ക് പലതരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിസ്ക്രിപ്ഷനെ കുറിച്ച് ഞാൻ വേറൊരു ദിവസം എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ എടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം എടുക്കുന്ന കാരണം ഏതാ എടുത്തത് ഏതാ എടുക്കാത്തെന്നുള്ളത് മറന്നു പോവാം. ഡോക്ടർ നമ്പർ ഒന്ന് പറഞ്ഞോളൂ. ഡോക്ടർ നമ്പർ എൻ്റെ പേര്, എൻ്റെ നമ്പർ 9446 6859 431. ഓക്കെ. കാക്ടസ് നല്ല മെഡിസിനാണ്. അത് വിളിച്ചാൽ ചിലപ്പം റിങ് കിട്ടത്തില്ല, ഇവിടെ റേഞ്ച് കുറവാ. വേറൊരു നമ്പറോടുണ്ട്, 730-678-4063. അതിൽ വിളിച്ചാൽ റിങ് കിട്ടും. അത് ഇതിൽ കിട്ടിയില്ലെങ്കിൽ അതിൽ വിളിക്കാം. അന്നേരം വിളിച്ചതിനും സംശയം ചോദിച്ചതിനും വളരെയധികം നന്ദി. ഇപ്പം 10:30 ആയി കറക്റ്റ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ആയിക്കോട്ടെ, എനിക്ക് സമ്മതം. സ്റ്റേജ് ഫിയറും എക്സാമിനേഷൻ ഫിയറിനും ഉള്ള മെഡിസിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഷീല ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാവേ. നമ്മള് സാധാരണ കൊടുക്കുന്നത് ജെർസീമിയ അല്ലേ, നിങ്ങളൊക്കെ അത് കൊടുക്കാറില്ല എന്ന് എനിക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ ഫിയറിന് മെഡിസിനാണ്. ഫിയറിന് ഇഷ്ടംപോലെ മെഡിസിൻ ഉണ്ട്. സ്റ്റേജ് ഫിയറും എക്സാം ഫിയറും ചോദിച്ചു. എക്സാം ഫിയറിന് അനാകാർഡിയം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ജെർസീമിയം ഒരു മെഡിസിനാണ്. സ്റ്റേജ് ഫിയറിനും ജെർസീമിയം നല്ലതാണ്. ജെർസീമിയം പിന്നെ ആർജൻ നൈട്രിക്കും കിട്ടിയിട്ടുണ്ട്. ആർജൻ നൈട്രിക്കിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പേര് വിളിക്കുമ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമിന് പേര് വിളിക്കുമ്പോൾ ആശാൻ മിക്കവാറും കക്കൂസിലായിരിക്കും. മനസ്സിലായോ? ഓടി വരേണ്ടി വരും കക്കൂസിന്ന്, പകുതി സംഗതി കഴിഞ്ഞിട്ട് ഓടി വരേണ്ടി വരും. ഇത് രണ്ടുമാണ്. ഇതല്ലേ ചോദ്യം? അതെ അതെ അതെ. ഇനി ഏതായാലും നമ്മുടെ സമയം കറക്റ്റായി. സാറിന് നന്ദി പറയുന്നതിന് ബിനോയ് ഡോക്ടറെ ഒന്ന് ക്ഷണിക്കാണ്. ബിനോയ് ഡോക്ടറെ. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, പിക്രിക് ആസിഡും കൊള്ളാം കേട്ടോ എക്സാമിനേഷൻ ഫിയറിന്. പിക്രിക് ആസിഡ്. അതുകൊണ്ട് പേടിയുള്ളവർ ഒരു കാരണവശാലും പേടിക്കണ്ട. ആൻസൈറ്റിയും ഫിയറൊക്കെ നമുക്ക് ഈസി ആയിട്ട് കുറയ്ക്കാനുള്ള ഒരു കേസ് പോലും ഞാൻ ഇന്നവർക്കും ഫെയിലിയർ ആയിട്ടില്ല. അതുകൊണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഡിപ്രഷൻ, ഇതൊക്കെ ഈ മൈനർ മെന്റൽ ഡിസീസസ് എല്ലാം നമ്മുടെ മരുന്ന് വളരെ ഈസി ആയിട്ട് കുറയ്ക്കാം. 100% ഷുവർട്ടി നമുക്ക് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ചിലപ്പോൾ ചില സമയമെടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ സൈക്കോളജി ട്രീറ്റ്മെൻറ്റും സൈക്കോതെറാപ്പി കൗൺസിലിങ്ങും ഒക്കെ കൂടെ വേണ്ടി വരും, കുറച്ചുകൂടെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു വൺ ആൻഡ് ഓൾ. ഇത്രയും സമയം കേട്ടോണ്ടിരുന്നതിന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഡോക്ടറുടെ ക്ലാസ് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. രണ്ട് മെഡിസിൻസ്, എസ്പെഷ്യലി ഫിയർ, ഹൗ ക്യാൻ വി മാനേജ് ദ ഫിയർ, the acute and chronic cases, and the comparison of aconite and ARDS. It's a very detailed explanation we got. It is very, very helpful for the new doctors and the experienced doctors. It's just a good revision for all of us. And the practical applications and the practical cases doctor shared with all of us, this kind of classes will help the new doctors and the experienced. Thank you, doctor. Thank you very much from IFPH standpoint and all the doctors present
in this webinar. Thank you very much. Good night. ഗുഡ് നൈറ്റ്. നന്ദി ബിനോയ് ഡോക്ടറെ. എന്തായാലും നമുക്ക് ഇന്നത്തെ സൂം വെബിനാർ വളരെയധികം ഭംഗിയാക്കിയ ശ്രീധരക്കുറുപ്പ് സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അടുത്ത വിഷയമായിട്ട് സാർ എത്രയും വേഗം ക്ലാസ് എടുക്കാൻ വരണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യാണ്. ഇന്നത്തെ നമ്മുടെ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1983 പ്രതിദിന സൂം വെബിനാർ ഇന്നിവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. Thank you.